പക്ഷേ ഈ എം സ്വരാജിന്റെ ഒരു പ്രസംഗത്തിൽ ഇടപെട്ട് കോടതി, എനിക്ക് തോന്നുന്നു 2022 നടന്ന പ്രസംഗമാണെന്ന് തോന്നുന്നു, അതിൽ ഇടപെട്ടിരിക്കുകയാണ് കോടതി. കാരണം അന്ന് അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു. പമ്പയിൽ വെള്ളം കയറിയപ്പോൾ, പമ്പയിൽ ശബരിമലയിലേക്ക് ആരും വരാത്ത സമയത്ത് അയ്യപ്പൻ മാളികപ്പുറത്തിന്റെ കണ്ണീര് കണ്ട് സഹകെട്ട് മാളികപ്പുറത്തിനടുത്തേക്ക് വന്നു. പിന്നീട് ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്നത് ബ്രഹ്മചര്യത്തോടെ ഉള്ള ഒരു അയ്യപ്പനല്ല എന്നൊക്കെയാണ് സ്വരാജ് പറയുന്നത്. സ്വരാജിന്റെ അടുത്ത് അയ്യപ്പൻ പോയി പറഞ്ഞോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും അതിൽ കോടതി ഇടപെട്ട് കേസ് എടുത്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിന് ഇനി 3 മാസം മാത്രമേ ഉള്ളൂ. ശബരിമല കൊള്ള സർക്കാരിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ യുവതീ പ്രവേശനവും കൂടി ചർച്ച ചെയ്യുകയാണ് ആളുകൾ. സ്വരാജിന്റെ ഈ പ്രസംഗം ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വല്ലാത്ത രീതിയിൽ CPM ഇത് ഇങ്ങനെ, അതായത് വറ ചട്ടിയിൽ നിന്ന് എരിചട്ടിയിലേക്ക് CPM പോയി വീഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു 3ാം പിണറായി സർക്കാർ അത് മനക്കോട്ട കെട്ടുന്നത് ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടോ? CPM കരുതേണ്ടതെന്താണ്, 3ാം ഊഴം എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ്. അങ്ങനെ സാധ്യമല്ല എന്ന് കരുതിയാൽ പിന്നീട് വളരെ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാം. നമ്മൾ ക്രിക്കറ്റ് കളി ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ക്രിക്കറ്റ് കളിയിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് അടിച്ച് വീശി തകർക്കുന്ന കാഴ്ച നമ്മളാണ്. അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് CPM മാറിയാൽ CPM തിരഞ്ഞെടുപ്പിൽ മത്സരശേഷി ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. അത് തോറ്റുപോകും എന്ന് കരുതിയിട്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും. കാരണം ജനങ്ങൾ അവരോട് പറഞ്ഞ ഒരു കാര്യം, എന്തായാലും നിങ്ങളെ തോൽപ്പിക്കുകയും ഞങ്ങൾ. ജനങ്ങളെന്ന് പറഞ്ഞാൽ CPMകാരാണ്. മറ്റത് സ്ഥിരമായിട്ട് CPMനെതിരെ വോട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ UDFന്റെയും അതേപോലെ തന്നെ BJPയുടെയും ആളുകൾ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് CPMൽ ഒരു വലിയ വിഭാഗം പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും എന്നാണ് പറഞ്ഞത്. അവരാണ് തോൽപ്പിക്കുന്നത്. പല സ്ഥലത്തും പ്രാദേശികമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം ഇതാണ്. 150 വോട്ടിനെ CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 150 വോട്ടിനെ CPMനെ തോൽപ്പിക്കുന്നു. ആര് തോൽപ്പിക്കുന്നു? CPMന്റെ അനുഭാവികൾ തോൽപ്പിക്കുന്നു. നിങ്ങളിനി ഭരിക്കേണ്ട എന്ന് അവരാണ് പറയുന്നത്. കാരണം എന്താണ്? നിങ്ങളെ മെയിൻ്റെനൻസ് നടത്തുന്നതിന് സമയമായി കഴിഞ്ഞു. അധികാരത്തിൽ 2 വട്ടം ഇരുന്ന് എല്ലാ കുഴപ്പങ്ങളും ബാധിച്ച ഒരു പാർട്ടിയും ഒരു സർക്കാരുമാണ് നിങ്ങളുടേതെന്ന് പാർട്ടി അണികൾക്ക് തോന്നിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നിങ്ങളെ ഭരിക്കാൻ വിട്ടാൽ അത് ഈ പ്രസ്ഥാനത്തെ തന്നെ ഇവിടെ നിന്ന് ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയുടെ തുടക്കമായിരിക്കും അത് എന്നാണ് അവർ കരുതുന്നത്. അവരങ്ങനെ കരുതിയാലും ഇല്ലെങ്കിലും ഇതേതാണ്ടൊക്കെ അവസാനിച്ച അവസ്ഥയാണുള്ളത്. കാരണം ഇന്ന് CPMനകത്ത് പ്രവർത്തിക്കുന്ന പുതുതലമുറ പ്രവർത്തകർക്ക് എന്താണ് CPM എന്നുള്ളതെന്ന് അറിയില്ല. CPMന് പ്രത്യയശാസ്ത്രം എന്താണെന്നും അറിയാൻ പാടില്ല. അവരാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്താണോ ആ ശാസ്ത്രത്തിനനുസരിച്ച്, അതിൻ്റെ ഐഡിയോളജിക്ക് അനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത വലിയ ഒരാൾക്കൂട്ടമാണ് ഇപ്പോൾ ആ പാർട്ടിയെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം എന്ന് പറയുന്നത് ഒരിത്തിരി പോലും അവർക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല എന്നതാണ്. ഈ സാഹചര്യത്തിൽ മറ്റേതൊരു പാർട്ടിയെയും പോലെയുള്ള ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിത്തീർന്നിരിക്കുന്നു. ഈ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ആ സ്വഭാവത്തിൽ ഊന്നിയുന്നുകൊണ്ട് അതിനെ നേരിടുമ്പോൾ അത് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള പരിക്കുകൾ ചില്ലറയല്ല. ആ പരിക്കുകൾ ഏറ്റു തന്നെ ഇതെന്ത് ചെയ്യാം, പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നത് ഇനി സമയമില്ല, തിരിച്ചു പിടിക്കാനൊന്നും ഒരു സാധ്യതയുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇരുന്ന് പറയുന്നതുമാരെ അവർ കയറി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ശുഷ്കമായി പോകും. ഇവർ ജയിക്കും എന്നുള്ള ഒരു ട്രെൻഡോ ഒരു ഫീലോ സമൂഹത്തിനകത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ നല്ല രീതിയിൽ സ്വാംശീകരിക്കാനായിട്ട് കഴിയും. കേന്ദ്രത്തിൽ നമുക്കറിയാം, കേന്ദ്രത്തിൽ ആർക്കാണ് കാശ് കിട്ടുന്നത്? BJPക്ക് മാത്രം കാശ് കിട്ടുന്നത്. കോൺഗ്രസിനൊക്കെ വളരെ തുച്ഛം ഫണ്ടായി മാറിക്കഴിഞ്ഞു. കാരണം അവർക്കറിയാം ഇനി കോൺഗ്രസ് ജയിക്കില്ല, പിന്നെ എന്തിനാ അവർ കാശ് കൊടുക്കുന്നു? അതുകൊണ്ട് ജയിക്കുന്ന പാർട്ടിക്ക് പൈസ കൊടുക്കും. കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആവശ്യത്തിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് കളക്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഫണ്ട് കളക്ട് ചെയ്യാൻ കഴിയാതിരുന്നാൽ അതിൻ്റെ പ്രവർത്തനം അത്രമാത്രം എന്ത് ചെയ്യും, ദുഷ്കരമായി തീരും. ഇപ്പം ഈ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളൊരു ആവേശം എന്താണ്? ഇഷ്ടംപോലെ കാശ് കിട്ടും. കാരണം എന്താണ്? അധികാരത്തിലേക്ക് വരാൻ പോകുന്ന
പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് കരുതി വലിയ പിരിവ് നടത്താനായിട്ടുള്ള സാധ്യത അവരുടെ മുന്നിൽ തുറന്നു വെച്ച് കഴിഞ്ഞു. BJPക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആവശ്യമുള്ള കാശൊക്കെ സംഘടിപ്പിക്കാനായിട്ടുള്ള സോഴ്സസ് ഉണ്ട് താനും. ഇപ്പോൾ CPM ആണ് ഇതിനകത്ത് പ്രതിസന്ധിയിലാകാനായിട്ട് പോകുന്നത്. തോൽക്കാൻ പോകുന്ന പാർട്ടി എന്ന് വന്നാൽ അവർക്ക് കൊടുക്കുന്ന സംഭാവനയുടെ അളവെന്ന് പറയുന്നത് കുറയും. അത് വീണ്ടും അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി തീർക്കും. കാരണം പണം ആണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ തന്നെ നിർണായകമായ ശക്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണത്തിന് വരവടഞ്ഞു പോയി കഴിഞ്ഞാൽ പരാജയമാണ് എന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു പൊസിഷൻ CPMനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പൊതുവെ ഈ മുഖ്യമന്ത്രി പിന്നെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മറ്റു വകുപ്പുകളൊക്കെ CPMൽ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി പിണറായി വിജയൻ എന്ത് പറയുന്നു അതാണ് പാർട്ടി. പിണറായിക്ക് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, ഒരൊറ്റയാള് പിണറായി മാത്രം തന്നെയാണ്. അപ്പോൾ ഈ മൂന്നാമത് പിണറായി സർക്കാർ, ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിനേക്കാൾ പിണറായി സർക്കാർ എന്ന് പറയുന്നാൽ കുറച്ചുകൂടി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മൂന്നാമത് പിന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പിണറായി വിജയൻ തന്നെ വരാനുള്ള സാധ്യതയാണോ നമ്മൾ കാണേണ്ടത്? അല്ല, പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി മത്സരിക്കും എന്നാണ് പൊതുവെ അവരെല്ലാം പറയുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് ക്യാപ്റ്റൻ ആണ്. ആരാണ് ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ അത് പിണറായി തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കും. പേടിച്ച് പറയുന്നതായിരിക്കും. പേടിച്ചാലും ഇല്ലെങ്കിലും വേറെ പേര് പറയാൻ ഏതാ പേരുള്ളത്? ഗോവിന്ദ മാഷ്. അപ്പോൾ ആർക്കും പുതിയ പേരുകൾ പറയാൻ പറ്റാത്ത തരത്തിൽ ഒരു പേരിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത് കഴിഞ്ഞ ഈ 2 വർഷക്കാലത്തെ ഭരണം മാത്രമല്ല, എന്ന് വെച്ചാൽ രണ്ട് ടേമിലെ ഭരണം മാത്രമല്ല, 10 വർഷക്കാലത്തെ ഭരണം മാത്രമല്ല, അതിക്ക് മുമ്പ് നിരവധി വർഷങ്ങൾ പിണറായി വിജയൻ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിലെ കമാൻഡറായിരുന്നു. അദ്ദേഹമായിരുന്നു പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഈ ഗോവിന്ദ മാസ്റ്റർ ഇരുന്ന് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പോലെ ആയിരുന്നില്ല പിണറായി വിജയൻ അവിടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളും സെക്രട്ടറി പറയുന്നതനുസരിച്ച് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടിയെ മാറ്റിയെടുത്തിരുന്ന ഒരു കാലമാണത്. അതിൻ്റെ തുടർച്ച മാത്രമാണ് പിന്നീട് 10 വർഷക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. കാരണം പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമേ പാർട്ടിക്കകത്ത് നടന്നിരുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സർക്കാരിലേക്ക് വന്ന സമയത്ത്, മുഖ്യമന്ത്രിയായ സമയത്ത് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകളും അദ്ദേഹം പറയുന്നത് കേൾക്കേണ്ടതായിട്ട് വന്നു. അത് അതിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്, ഒരു ഘടന, പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഘടന എന്ന് പറയും. ആ ഘടനയിൽ അധികാരം, കമാൻഡിങ് പവർ എന്ന് പറയുന്നത് പിണറായിക്ക് തന്നെയാണ് എന്ന് ഈ പാർട്ടിയിലെ മുഴുവൻ ആളുകളങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞിരുന്നതാണ്. അവരങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സർക്കാരിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന സമയത്തും ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ പാർട്ടിയിൽ ഒരു ശബ്ദമേ ഉള്ളൂ, ആ ശബ്ദം പിണറായി വിജയൻ്റെ ശബ്ദം മാത്രമാണ് എന്ന് പിണറായി വിജയൻ സ്ഥാപിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് ശരിക്കും. അതൊരു കരിസ്മാറ്റിക് പവർ തന്നെയാണ് ആ പാർട്ടിക്കകത്ത് വെച്ച് നോക്കുന്ന സമയത്ത്. അദ്ദേഹം പരാജയപ്പെടുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു കരിസ്മയില്ല എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സാമുദായിക നേതാക്കളും പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. അങ്ങനത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ വിജയം നേടിയെടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയുടെ പ്രശ്നം.